ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിലെ തന്നെ ഒരേ ഒരു ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബും ആഗോള ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബുമായ വിഴിഞ്ഞം ഇന്റർനാഷണൽ ട്രാൻസ്ഷിപ്മെന്റ് സീപോർട്ട് ട്രിവാൻഡ്രമാണ്. നമ്മുടെ പോർട്ടിന്റെ രണ്ടാം ഘട്ട വർക്കുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒഫീഷ്യലായിട്ടുള്ള അനൗൺസ്മെന്റും ഉദ്ഘാടനവും കഴിഞ്ഞ കാര്യം നമ്മളെല്ലാം അറിഞ്ഞിട്ടുണ്ട്. രണ്ടാം ഘട്ട വർക്കിൽ നമ്മുടെ പോർട്ടിലെ ഏറ്റവും വലിയ വർക്കായ ബ്രേക്ക് വാട്ടർ, ബെർത്ത്, യാർഡ് എക്സ്റ്റൻഷൻ, ഈ 3 വർക്കുകളും 2028 തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. അതിനുവേണ്ടിയുള്ള വളരെ ഫാസ്റ്റ് ഡേ നൈറ്റാണ് പോർട്ടിന്റെ എല്ലാ വർക്കുകളും നടന്നിട്ടുള്ളത്. നമുക്ക് പോകാം ഡീറ്റെയിൽ വർക്ക് അപ്ഡേഷനിലേക്ക്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കാണുന്നത് നമ്മുടെ പോർട്ടിലെ വളരെ വേഗത്തിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന 3 വർക്കുകളാണ്. ധാരാളം വർക്കുകൾ നമ്മുടെ പോർട്ടിൽ നടക്കുന്നുണ്ടെങ്കിലും ഒറ്റ നോട്ടത്തിൽ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന 3 വർക്കുകൾ എന്ന് പറയുന്നത് നമ്മുടെ പോർട്ടിലെ ഏറ്റവും വലിയ വർക്കായ ബ്രേക്ക് വാട്ടർ, ബെർത്ത്, യാർഡ് എക്സ്റ്റൻഷൻ, ഈ 3 വർക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വർക്കുകളൊന്നായ ബെർത്തിന്റെ വർക്കുകളാണ് നമ്മളിപ്പോൾ ആദ്യമായി നോക്കുന്നത്. ഇപ്പോൾ ബെർത്തിന്റെ എൻഡ് പോർഷൻ MSC ഫ്രാൻസ് എന്ന് പറയുന്ന കപ്പലാണ്, സിംഗപ്പൂരിൽ നിന്ന് വന്ന കപ്പലാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇനി അടുത്ത് റിയോ ഡി ജനീറോയിലേക്കാണ് ഈ കപ്പൽ പോകാൻ പോകുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത്. ഏകദേശം 335 മീറ്ററാണ് കപ്പലിന്റെ ലെന്ത് എന്ന് പറയുന്നത്. 45.6 മീറ്ററാണ് കപ്പലിന്റെ ബെർത്ത് എന്ന് പറയുന്നത്. ഏകദേശം 10,000 രൂപ കണ്ടെയ്നർ കപ്പാസിറ്റിയുള്ള കപ്പലിന്റെ നിലവിലെ ഡ്രാഫ്റ്റ് 15.2 മീറ്ററാണ്. ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന കാണുന്ന കപ്പലിന്റെ എൻഡ് പോർഷൻ എന്ന് വെച്ചാൽ ബെർത്തിന്റെ നീളം ഫസ്റ്റ് ഫേസിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് 800 മീറ്ററാണ്. ഈ 800 മീറ്ററിൽ നിന്നും നമ്മൾ ഈ കാണുന്ന 2028 ആകുമ്പോൾ 1200 മീറ്റർ കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് 2000 മീറ്ററിലേക്കാണ് മാറുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന JUB ബാർജ് എന്ന് പറയും, അല്ലെങ്കിൽ ജാക്കബ് ബാർജ് എന്നാണ് ഇനി പറയുന്നത്. ഈ ബാർജൂടെ ഈ ബെർത്തിന്റെ എൻഡ് പോർഷനിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ ബാർജ് ഏകദേശം 40 മീറ്ററോളം ബെർത്ത് ഏരിയ ഉള്ള ബാർജാണത്. ഈ ബാർജിൽ ഈ പറയുന്ന ഹെവി എക്യുപ്മെന്റ്സ് ഫിക്സ് ചെയ്തതിനു ശേഷം നമ്മുടെ ഈ ബെർത്തിന്റെ എക്സ്റ്റൻഷന് വേണ്ടിയുള്ള വർക്കുകളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ വ്യക്തമായിട്ട് നമുക്കത് കാണാനായി സാധിക്കും. വർക്കിംഗ് സ്റ്റാഫുകളെ കാണാൻ സാധിക്കും. ക്രെയിൻ ഉൾപ്പെടെയുള്ള ഹെവി എക്യുപ്മെന്റ്സ്, ഹൈഡ്രോളിക് മെഷീൻ ഉൾപ്പെടെയുള്ള എക്യുപ്മെന്റ്സ് നമുക്കിവിടെ കാണാനായി സാധിക്കുന്നതാണ്. ബെർത്തിന്റെ എക്സ്റ്റൻഷന് വേണ്ടിയുള്ള വർക്കുകളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നടക്കുന്നതിന് വേണ്ടി കടലിൽ ഫിക്സ് ചെയ്യുന്ന നിലവിൽ ഈ പറയുന്ന ഒരു ബാർജാണ് JUB ബാർജ് എന്ന് പറയുന്നത്. ജാക്കബ് ബാർജ് എന്നും പറയാറുണ്ട്. ഇതേപോലെ ഹെവി ഈ പറയുന്ന വർക്ക്സിനാണ് ഈ ബാർജ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഫസ്റ്റ് ഫേസിലും അങ്ങനെ തന്നെയായിരുന്നു, സെക്കൻഡ് ഫേസിലും ഇപ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനും സാധിക്കും. 2028 ആകുമ്പോഴാണ് നമുക്ക് 1200 മീറ്റർ കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് 2000 മീറ്ററിലേക്ക് പോകുന്നത്. ഇപ്പോൾ നമുക്ക് ക്രെയിൻ ഉൾപ്പെടെ കാണാനായി സാധിക്കും. ഇതേ ഒരേ സമയത്ത് തന്നെ ഡ്രിൽ ചെയ്യുകയും പറയുന്ന ഡ്രിൽ ചെയ്യുന്ന പാർട്ടിക്കിൾ പുറത്തെടുത്തതിന് ശേഷം കോൺക്രീറ്റ് ഫില്ല് ചെയ്ത് അങ്ങനെ ധാരാളം പ്രത്യേകതയുള്ള ഹെവി മെഷീൻസാണ് ഇതിൽ ഈ ബാർജിൽ തന്നെ വെച്ചിട്ട്, അതായത് മോസ്റ്റ് മോഡേൺ ടെക്നോളജിയുള്ള മെഷീൻ ഉപയോഗിച്ചിട്ടാണ് വളരെ ഫാസ്റ്റായിട്ട് നമ്മുടെ ഈ ബെർത്തിൻ്റെ എക്സ്റ്റൻഷൻ നടക്കുന്നത്. അതിൻ്റെ ഓരോ പോർഷനും ഓരോ പാർട്ടും നമുക്ക് ഈ പോർഷനിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് പറഞ്ഞത്. വളരെ ദൂരെ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത്, നല്ല സൂമിങ്ങിലാണ് വീഡിയോ എടുക്കുന്നത്. എന്നാൽ 4K റെസൊല്യൂഷൻ തന്നെ വീഡിയോ നമുക്ക് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാണാൻ സാധിക്കുമ്പോൾ തീർച്ചയായിട്ടും ക്ലാരിറ്റി ഉണ്ടെങ്കിൽ കമൻറ്റ് അയക്കുക. കാരണം ക്ലാരിറ്റിയോടെ തന്നെയാണ് നമ്മൾ എല്ലാ പോർഷനിലെയും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ബെർത്തിൻ്റെ എൻഡ് പോർഷൻ. അതുമാത്രമല്ല, നമുക്കിപ്പോൾ ധാരാളം കണ്ടെയ്നറുമായി ലഭിക്കുന്ന കപ്പലുകളെ കാണാൻ സാധിക്കും. വേറൊരു പ്രത്യേകതയുണ്ട്. ജനുവരി മാസത്തിൽ 1.23 lakhs TUV, അതായത് 1.25 ലക്ഷം കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ആണ് നമ്മുടെ പോർട്ടിൽ റെക്കോർഡ് സ്ഥാപിച്ചിട്ടുള്ളത്. 62 കപ്പലിൽ നിന്നാണ്, അതായത് ആ കപ്പലിലുള്ള എണ്ണത്തെ റെക്കോർഡാണ്, ട്രാൻസ്ഷിപ്മെന്റിന്റെ റെക്കോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. മണിക്കൂറിൽ 30.12 കണ്ടെയ്നറാണ് നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. അതായത് രാജ്യത്തിൽ തന്നെ, രാജ്യാന്തര തലത്തിൽ തന്നെ GCR 30 അല്ലെങ്കിൽ 30-ന് മുകളിൽ വരുന്ന വലിയ നേട്ടങ്ങളുള്ള പോർട്ടിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. നമ്മുടെ പോർട്ടിന് ആ ഒരു നേട്ടം കൈവരിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ പോർട്ടിന്റെ സ്ഥാനം രാജ്യാന്തര തലത്തിന് 83-ാം സ്ഥാനമായി ഉയരുകയും ചെയ്തു. ഏകദേശം 740 കപ്പലുകളാണ് ഇതുവരെ നമ്മുടെ പോർട്ടിൽ വന്നത്. ഏകദേശം 15,740,000 TUV കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റും നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിൽ 50 കപ്പലോളം 399 മീറ്ററുള്ള അൾട്രാ ലാർജ് വെസലും 300 മീറ്റർ നീളമുള്ള കപ്പൽ ഏകദേശം 160 കപ്പലുമുണ്ട്. അതിലെടുത്തു പറയേണ്ടത് 50 കപ്പലുകൾക്ക് മുകളിൽ
16 മീറ്റർ ഡ്രാഫ്റ്റുള്ള കപ്പലുകളാണ് നമ്മുടെ പോർട്ടിൽ വന്നിട്ടുള്ളത്. 16 മീറ്റർ ഡ്രാഫ്റ്റുള്ള കപ്പൽ എന്ന് പറയുമ്പോൾ ഒരു നിസ്സാര കാര്യമല്ല. നമ്മുടെ പോർട്ടിൽ നമുക്ക് പലപ്പോഴും ഉറച്ചു വിളിച്ച് പറയുന്ന പോലെ നമ്മുടെ പോർട്ടിൻ്റെ ആഴം എന്ന് പറയുന്നത് 20 മുതൽ 25 മീറ്റർ വരെയാണ്. അതിൽ 50 കപ്പലുകളുടെ ഡ്രാഫ്റ്റ് 16 മീറ്ററാണ് നമ്മുടെ പോർട്ടിൽ വന്ന് പോയിട്ടുള്ളത്. അപ്പോൾ ചോദിക്കും, ഏറ്റവും കൂടുതൽ ഡ്രാഫ്റ്റ് എത്ര മീറ്ററുള്ള കപ്പലാണ് വന്ന് പോകും ചോദിച്ചാൽ MSC വെറോണ 17.1 മീറ്റർ ഡ്രാഫ്റ്റുള്ള കപ്പലാണ് നമ്മുടെ പോർട്ടിൽ വന്ന് അവസാനമായി ഏറ്റവും വലിയ റെക്കോർഡ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു എക്സ്കേവേറ്ററും കുറച്ച് മണലും കൂട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പോർട്ടിൻ്റെ പല ഭാഗത്ത് നടക്കുന്ന വർക്കുകൾക്ക് മിക്സിങ്ങിനാണ് ഈ പറയുന്ന മണലും ചെമ്മണ്ണും തുറന്ന് ഫില്ല് ചെയ്യേണ്ട പല ഭാഗവുമുണ്ട്. അതിനുവേണ്ടിയാണ് ഈ പറയുന്ന സാൻഡ് ട്രെഡ്ജ് ചെയ്ത സാൻഡ് ഉപയോഗിക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന ട്രെഡ്ജിങ്ങിന് ഉപയോഗിക്കുന്ന ഓസ് നമുക്ക് കാണാൻ സാധിക്കും. ഓസ് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഒരു പ്രാവശ്യം ആദ്യമായി ഈ പറയുന്ന ട്രെഡ്ജിങ് നടത്തിയതിനു ശേഷം ഓസും അടക്കി വെച്ചതാണ്. അതിനുശേഷം എടുത്തിട്ടില്ല, ഇതുവരെയായിട്ട് എടുത്തിട്ടില്ല. ഇനി രണ്ടാം ഘട്ട വർക്കിന് ആവശ്യമായിട്ടുള്ള ട്രെഡ്ജിങ്ങിനാണ് എടുക്കേണ്ടി വരിക. ഞാൻ ഈ പറയുന്ന പോലെ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന സ്ഥലത്തെല്ലാം ഈ കടലിൽ ചുറ്റിപ്പെട്ട് കിടക്കുന്ന സ്ഥലമെല്ലാം പാറയാണ്, നാച്ചുറൽ സ്റ്റോൺ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കടലിൻ്റെ അടിയിലും പാറയാണ്. അതിനാൽ ഈ പാറ ഡ്രെഡ്ജ് ചെയ്താണ് മാറ്റുന്നത്, അല്ല മണലോ ചെളിയോ അവിടെ നിന്ന് കോരി മാറ്റുക അല്ല എന്നുള്ളതാണ് സത്യം. അതിനാൽ നമുക്ക് എത്ര ഡ്രെഡ്ജ് ചെയ്ത് കൂട്ടിയാലും തിരിച്ച് മണൽ വന്ന് അടിഞ്ഞു ചേരുന്ന ഒരു പ്രത്യേകത നമ്മുടെ പോർട്ടിന് ഇല്ല. അതായത് നിലവിലെ ഡ്രാഫ്റ്റ് 20 മേളിലുണ്ട്. അതിൽ കൂടുതൽ ഡ്രാഫ്റ്റ് ഡ്രെഡ്ജ് ചെയ്ത് മാറ്റുകയാണ് നമ്മൾ സെക്കൻഡ് ഫേസിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയാണ് നമുക്ക് ഈ പറയുന്ന ഓസ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന സ്പ്ലിറ്റ് ചെയ്ത് ഓസ് ക്ലീനൊക്കെ ചെയ്ത് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രാരംഭഘട്ട നടപടികളാണ് ഇപ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനേ സാധിക്കും. ഇതാണ് നമ്മുടെ ബെർത്തും യാർഡും, അതായത് നിലവിലെ യാർഡിൻ്റെയും പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ആ യാർഡിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് നമുക്ക് യാർഡിൻ്റെയും നമ്മൾ ഈ കാണുന്ന ക്രെയിനുകളുടെയും പ്രത്യേകത എന്ന് പറയുന്നത് ജനുവരി മാസത്തിൽ റെക്കോർഡാണ് സ്ഥാപിച്ചിട്ടുള്ളത്. 1.23 ലാക്ക് TUV കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻ്റ് ആണ് നമുക്ക് സാധ്യമായിട്ടുള്ളത്. അത് നിസ്സാര കാര്യം അല്ല എന്ന് തന്നെ എടുത്തു. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പോർട്ടിൻ്റെ, അതായത് ബെർത്തിനോട് ചേർന്ന് ബെർത്ത് എക്സ്റ്റൻഷൻ ഏകദേശം 1200 മീറ്റർ കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് 2000 മീറ്ററിലേക്ക് മാറുന്ന അതേ സമയത്ത് തന്നെ നമ്മൾ ബെർത്തിനോട് ചേർത്തുള്ള യാർഡ് സെറ്റ് വർക്കുകൾ നടക്കേണ്ടതുണ്ട്. ഏകദേശം 2028 ആകുമ്പോൾ ബെർത്തിനോട് ചേർന്നുള്ള യാർഡ് എക്സ്റ്റൻഷൻ്റെ ഭാഗമായിട്ട് 80 ഹെക്ടർ ലാൻഡാണ് നമ്മൾ നികത്തിയെടുക്കുന്നതും കരയിൽ നിന്നല്ല കടൽ നികത്തിയെടുക്കുന്നത്. അതിന് വേണ്ടിയുള്ള വർക്കുകളാണ് നടക്കുന്നത്. പക്ഷേ നമ്മളൊരു 1.5 ആഴ്ചയായിട്ടുണ്ട് വർക്ക് അപ്ഡേഷൻ ചെയ്തിട്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇപ്പോൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് വലിയൊരു നേട്ടം. അല്ലെങ്കിൽ ഈ പറയുന്ന ഭാഗത്ത് നമ്മൾ ആദ്യമായി കാണുന്ന, എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് തന്നെ ഇവിടെ സ്റ്റോൺ എത്തിയത് നമ്മൾ കാണുന്നുണ്ട്. കാരണം ഇതിനു മുന്നേ നമ്മൾ ഇവിടെ എത്തിയ കണ്ടിട്ടില്ല. 1.5 ആഴ്ച കൊണ്ടെന്നുള്ള വ്യത്യാസമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രീവിയസ് വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളമാണ് ഈ സ്റ്റോൺ ഇട്ട് വന്നിട്ടുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. ആ ഒരു 1.5 ആഴ്ചയ്ക്ക് ശേഷം ഡേ നൈറ്റുകളാണ് പോർട്ടിൻ്റെ എല്ലാ വർക്കുകളും എന്ന് തീർച്ചയായിട്ടും ഇതിൽ നിന്നും മനസ്സിലാക്കാനായി സാധിക്കും. ഒരു സെക്കൻഡ് പോലും പാഴാക്കാത്ത രീതിയിൽ വർക്കുകൾ മുന്നോട്ട് വളരെ ഫാസ്റ്റായിട്ട് പോകുന്നു എന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാനായി സാധിക്കും. പ്രീവിയസ് വീഡിയോയും ഈ വീഡിയോയും തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളമാണ് യാർഡ് എക്സ്റ്റൻഷൻ്റെ ഭാഗമായിട്ട് സ്റ്റോൺ ഫില്ല് ചെയ്ത് വന്നു, റോഡ് പോലെയാക്കി സ്റ്റോൺ ഫില്ല് ചെയ്ത് വന്നിട്ടുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കും. ഞാനും വന്നപ്പോൾ വളരെ ഞെട്ടലോടെയാണ് ഞാൻ കണ്ടത്. കാരണം ഇത്രത്തോളം സ്റ്റോൺ എത്തിയെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് അറിയാനായി സാധിക്കും. ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന നാച്ചുറൽ സ്റ്റോൺ കടലിലേക്ക് ഫില്ല് ചെയ്ത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് അതിൻ്റെ ലെന്ത് തീർച്ചയായിട്ടും എത്രത്തോളമാണെന്ന് സാറ്റലൈറ്റ് വ്യൂ ആയ സെൻട്രൽ ഹബിൽ നിന്നും ഇതിൻ്റെ മെഷർമെൻറ്റ് സൈഡ് ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്നതിനപ്പുറം മെഷർമെൻറ്റ് എത്ര മീറ്ററാണ് നമുക്ക് ഇതിലൂടെ നമ്മുടെ ഈ പറഞ്ഞ നേരത്തെ കാണുന്ന യാർഡ് സെക്ഷനിൽ നിന്നും നമ്മൾ ഈ നിൽക്കുന്നത് വരെ ഈ ലോറി ഡംപ് ചെയ്തിട്ട് പോകുന്ന അതുവരെ എത്ര മീറ്ററാണ് തീർച്ചയായിട്ടും മെഷർമെൻറ്റിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ ചിത്രീകരിക്കുന്നത് നമുക്ക് മെഷർമെൻറ്റ് അറിയാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും മെഷർമെൻറ്റിലൂടെ തന്നെ അറിയാം. ഏകദേശം എനിക്ക് തോന്നുന്നു 30 മീറ്ററെങ്കിലും വീതി ഉണ്ടാവും. 10 മീറ്റർ നമ്മൾ ഈ കാണുന്ന ടോപ്പ് സർഫസിലുള്ള ഏരിയയും 20 മീറ്റർ സൈഡും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പോർഷൻ കണ്ടോ, ഇത്രത്തോളം ഈ ഭാഗത്തെല്ലാം കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ഈ പറഞ്ഞ സ്റ്റോണ് ഫില്ല് ചെയ്തിരുന്നില്ല. പക്ഷേ പൂർണ്ണമായിട്ടും ഇപ്പോൾ ഈ ഭാഗം യാർഡ് എക്സ്റ്റൻഷൻ്റെ ഭാഗമായിട്ട് പൂർണ്ണമായിട്ടും ഫില്ല് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ് നമുക്കിവിടെ നിന്നും വളരെ വ്യക്തമായിട്ട് കണ്ടു മനസ്സിലാക്കാനായി സാധിക്കുന്നത് തന്നെ. നമുക്ക് നാച്ചുറൽ സ്റ്റോൺ നമുക്കറിയാം, ലക്ഷക്കണക്കിന് നാച്ചുറൽ സ്റ്റോണാണ് നമുക്ക് ഡംപിങ് യാർഡിൽ ധാരാളമായി ഉള്ളത്. അത് എനിക്കും ദിനം പ്രതി അല്ലെങ്കിൽ ദിവസം 100 കണക്കിന് നാച്ചുറൽ സ്റ്റോൺ റോഡ് മാർഗം നമ്മുടെ പോർട്ടിലെത്തുന്നത് ഞാൻ പലപ്പോഴായിട്ട് വീഡിയോ കാണിച്ചിട്ടുണ്ട്. ആ സ്റ്റോണുകൾ നമ്മൾ ഈ കാണുന്ന ബ്രേക്ക് വാട്ടറിനും ബെർത്തിനും യാർഡ് എക്സ്റ്റൻഷൻ്റെ ഭാഗമായിട്ട്, ബെർത്തിനില്ലെങ്കിലും യാർഡ് എക്സ്റ്റൻഷൻ്റെ ഭാഗമായിട്ട് ധാരാളം നാച്ചുറൽ സ്റ്റോൺ എത്തുന്നുണ്ട്. അത് തരത്തിലുള്ള നാച്ചുറൽ സ്റ്റോണാണ് നമുക്കിപ്പോൾ കടലിലേക്ക് ഫില്ല് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ആ ലെന്ത് കൂടിയ പോർഷൻ കണ്ട ഈ ഭാഗത്തൊന്നും കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ലെന്ത് കണ്ടിരുന്നില്ല. ഈ ഭാഗമെല്ലാം ഫില്ല് ചെയ്തിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വലിയ നാച്ചുറൽ സ്റ്റോൺ കടലിലേക്ക് തള്ളി നിൽക്കുന്നുണ്ട്. അത് പൂർണ്ണമായിട്ടും ബ്ലാസ്റ്റ് ചെയ്യുന്നുണ്ട്.
നമ്മൾ അവിടെ നിന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. കാരണം ഇപ്പോൾ ബ്ലാസ്റ്റിംഗ് നടക്കുന്നതുകൊണ്ടാണ് നമ്മൾ തീർച്ചയായിട്ടും ആ ഭാഗത്തേക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോകാത്തത്. കണ്ടോ, ഇപ്പോൾ നമുക്ക് ഒന്ന് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ മനസ്സിലായി നമ്മൾ എത്ര മീറ്റർ ഉണ്ടോ. കഴിഞ്ഞ ആഴ്ചയിൽ വന്ന വ്യത്യാസം തീർച്ചയായും ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാനേ സാധിക്കും. ഇത്രത്തോളം മീറ്ററാണ് കഴിഞ്ഞ ആഴ്ച ഈ ആഴ്ച നമ്മൾ ഡിഫറൻസ് വന്നിട്ടുള്ള 1.5 ആഴ്ച കൊണ്ട് വലിയൊരു മാറ്റത്തിലേക്കാണ് യാർഡ്സ്റ്റിന്റെ ഭാഗമായിട്ട് സ്റ്റോൺ ഫില്ല് ചെയ്യുന്നത്. വളരെ വ്യക്തമായിട്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് കണ്ടു മനസ്സിലാക്കാനായി സാധിക്കുന്നതാണ്. അതുമാത്രമല്ല, ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന ബെർത്തിൻ്റെ സൈഡിലേക്ക് പോകുമ്പോൾ ഈ യാർഡ്സ്റ്റിൻ്റെ പോർഷനായിട്ട് എൻഡ് പോർഷനിൽ സ്റ്റോൺ ഫില്ല് ചെയ്തതിന് സൂം ചെയ്ത് നോക്കാം. കണ്ടോ, നമുക്ക് ഇത്രത്തോളം ഇതിൻ്റെ മെഷർമെൻറ്റും തീർച്ചയായിട്ടും എത്ര മീറ്ററാണ് ഇവിടെ വന്ന് എൻഡ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന രീതിയിൽ നമുക്ക് സാറ്റലൈറ്റ് വ്യൂ എന്നുള്ള മെഷർമെൻറ്റ് തീർച്ചയായിട്ടും ഉടൻ തന്നെ വീഡിയോ രൂപത്തിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. കണ്ടോ, ഇങ്ങനെയാണ്. ഇവിടെയൊക്കെ നല്ലൊരു ആഴമാണ്. ഏകദേശം 20 മീറ്ററിന് മുകളിൽ ഇവിടെയെല്ലാം ആഴമുണ്ട്. ആഴത്തിൻ്റെ ഭാഗത്താണ് ഏകദേശം എനിക്കൊണ്ട് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഈ ഹൈറ്റ് ഏകദേശം 5-6 മീറ്ററാണ് ഹൈറ്റുള്ള. 6 മീറ്ററിന് മുകളിൽ 8 മീറ്ററെങ്കിലും ഹൈറ്റ് കാണും. ഈ സെൻറ്ററിലൂടെയുള്ള റോഡിൻ്റെ വീതി ഏകദേശം ഒരു 10 മീറ്റർ കാണും. രണ്ട് സൈഡും 20 മീറ്റർ വെച്ച് ടോട്ടൽ ഇതിൻ്റെ ഒരു തിക്നെസ് എന്ന് പറയുന്നത് 30 മീറ്ററോളം ഉണ്ട് എന്നാണ് നമുക്ക് മെഷർമെൻറ്റ് എന്ന് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. സാറ്റലൈറ്റ് വ്യൂ മെഷർമെൻറ്റ് നമുക്ക് തീർച്ചയായിട്ടും തിക്നെസ് എത്രയാണെന്നും എത്ര നീളത്തിലാണ് ഈ പറയുന്ന വർക്കുകൾ മുന്നോട്ട് നടക്കുന്നുണ്ടെന്നും എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ടെന്നും തീർച്ചയായിട്ടും ഓരോ ആഴ്ചയിലും വീഡിയോ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ വീഡിയോ രൂപത്തിലും സാറ്റലൈറ്റ് രൂപത്തിലുള്ള മെഷർമെൻറ്റ് രൂപത്തിലുമാണ് നമ്മൾ തീർച്ചയായിട്ടും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. കണ്ട, ഈ ഭാഗത്തെല്ലാം പൂർണ്ണമായിട്ടും ഇത് സ്റ്റോൺ ഫില്ല് ചെയ്ത് നേരത്തെ തന്നെ ഫില്ല് ചെയ്തതാണ്. എന്നാലും ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കുവാണ്. ഇത്രത്തോളമാണ് ഡേ നൈറ്റ് വർക്കുകൾ കൊണ്ട് നമുക്ക് വലിയൊരു മുന്നേറ്റമാണ്. നമുക്ക് നമ്മുടെ പോർട്ടിൻ്റെ വർക്കിൻ്റെ എല്ലാ ഭാഗത്തെ വർക്കുകളും വളരെ ഫാസ്റ്റായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെന്ന് സെക്കൻഡ് ഫേസിൻ്റെ വർക്ക് അപ്ഡേഷനും തീർച്ചയായിട്ടും മനസ്സിലാക്കാനും സാധിക്കും. ഒരു ഭാഗത്തും ഒരു ലാഗ് ഉള്ളതായിട്ട് നമുക്ക് അറിയാനായി സാധിക്കില്ല. ധാരാളം വർക്കുകൾ പോർട്ടിൽ നടക്കുന്നുണ്ട്. പക്ഷേ അതിൽ നമുക്ക് വളരെ വേഗത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന 1-2 വർക്കുകൾ എന്ന് പറയുന്നത് ഈ ബെർത്തും ബ്രേക്ക് വാട്ടറും യാർഡ്സ്റ്റിനുമാണ്. പോർട്ടിൻ്റെ ഉള്ളിൽ ബിൽഡിംഗ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ബിൽഡിങ്ങിൻ്റെ വർക്കുകൾ, ധാരാളം വർക്കുകൾ സെക്കൻഡ് ഫേസിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് എളുപ്പം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന വർക്കുകളാണ് നമ്മൾ എളുപ്പം കാണിക്കുന്നത്. ഇത് തന്നെ പോർട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട വർക്കുകളൊന്നും തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും വീഡിയോ ഷൂട്ട് ചെയ്യുന്ന പോർഷനാണിത്. ഈ അമ്പലത്തിൻ്റെ സൈഡിൽ ഇവിടെ ആ ഒരു നാച്ചർ സ്റ്റോൺ കടലിലേക്ക് തള്ളി നിൽക്കുന്നു. ഇത് ബ്രേക്ക് ചെയ്ത് മാറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അവിടെ പോകാൻ പറ്റാത്തത്. അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാറുണ്ടോ. ആ നാച്ചർ സ്റ്റോൺ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളാണ് നടക്കുന്നത്. ഇത് കടലിൻ്റെ പുറത്തും അകത്തും ഇതേപോലെ തന്നെയാണ് നാച്ചർ സ്റ്റോൺ ഉള്ളത്. ആ നാച്ചർ സ്റ്റോണാണ് നമ്മൾ ഈ പറയുന്ന ഡ്രഡ്ജർ ഉപയോഗിച്ച് ഡ്രഡ്ജ് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ കൂടുതൽ ആഴം നമുക്ക് കിട്ടും. ഇപ്പോൾ തന്നെ 20 മുതൽ 25 മീറ്റർ വരെയാണെങ്കിൽ അതിൽ കൂടുതൽ ആഴത്തിലേക്കാണ് നമ്മൾ ഈ സെക്കൻഡ് ഫേസിലേക്ക് പോകുന്നത്. ഇപ്പോൾ നമുക്ക് ഈ യാർഡ്സ്റ്റിൻ്റെ പല ഭാഗവും നമുക്കിവിടെ കാണാനായി സാധിക്കുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ MSCയുടെ ഫ്രാൻസ് എന്ന് പറയുന്ന കപ്പൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാനായി സാധിക്കും. സിംഗപ്പൂർ പോർട്ടിൽ നിന്നാണ് നമ്മുടെ പോർട്ടിലേക്ക് ഈ കപ്പൽ എത്തി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇനി റിയോ ഡി ജനീറോയിലേക്കാണ് ഈ കപ്പൽ പോകുന്നത്. രാജ്യത്തിൻ്റെ പല ഭാഗത്തും അല്ലെങ്കിൽ ലോകത്തിൻ്റെ പല ഭാഗത്തും നമ്മുടെ പോർട്ടിലേക്ക് കപ്പൽ എത്തുകൊണ്ട്. കാരണം ഇന്ത്യയിലെ തന്നെ ഒരേ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബും ആഗോള ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബുമാണ് നമ്മുടെ പോർട്ടായ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ ട്രാൻസ്ഷിപ്മെൻറ്റ് സീ പോർട്ട് ട്രിവാൻഡ്രം. ആ പോർട്ടിൻ്റെ ലോകാത്ഭുതങ്ങളിലൊന്നായി മാറാൻ പോകുന്ന ഒരു വർക്കാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. കാരണം ബ്രേക്ക് വാട്ടർ എന്ന് പറയാം. അങ്ങനെ എടുത്തു പറയാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഹൈലൈറ്റ് പോയിന്റ് തന്നെയാണ്. 25 മീറ്ററിൻ്റെ അടുത്ത് ആഴമുണ്ട് ഈ പല ഭാഗത്തും. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് പൊസിഷൻ ബാർജാണ്. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പൊസിഷൻ ബാർജ് എന്താണെന്ന് അറിഞ്ഞുകൂടാത്തവർ കാണും. അതിനുവേണ്ടി ഒന്ന് സൂം ചെയ്യുകയാണ്. ഈ ബാർജിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ മാറ്റിയിട്ടാണ് കറക്റ്റ് പൊസിഷനിലേക്ക് നമ്മൾ സ്റ്റോണ് ഈ പറയുന്ന സ്പ്ലിറ്റ് ബാർജിലേക്ക് കൊണ്ട് ഫില്ല് ചെയ്ത് സ്പ്ലിറ്റ് ബാർജിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ പൊസിഷനിൽ നേരെ പേരലായിട്ട് നിർത്തി സ്പ്ലിറ്റ് ചെയ്ത് ആ സ്റ്റോണ് കടലിലേക്ക് പോകുന്നു. അങ്ങനെയാണ് നികത്തിയെടുക്കുന്നത്. നികത്തിയെടുത്തതിന് ശേഷം ഇനി അടുത്ത പൊസിഷൻ ഞാൻ കാണിച്ചു തരാം. കേട്ടോ, ഇതാണ് നമ്മുടെ പൊസിഷൻ ബാർജ് എന്ന് പറയുന്നത്. ഏകദേശം 40-50 മീറ്റർ, 50 മീറ്ററിൽ കൂടുതൽ, എനിക്കൊണ്ട് 100 മീറ്ററിന് അടുത്ത് നീളം ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കും. തീർച്ചയായിട്ടും നമുക്ക് സാറ്റലൈറ്റിൽ നിന്നും മെഷർമെൻ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെയും ഈ പറയുന്ന ബാർജിൻ്റെയും എത്ര നീളമായെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരാം. ഇപ്പോൾ നമുക്കൊരു ടഗ് വരുന്നത് കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ നമ്മൾ ഈ പറയുന്ന പൊസിഷൻ ബാർജ് ഉപയോഗിച്ച് സ്റ്റോണ് ഫില്ല് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ കടലിൻ്റെ ഏറ്റവും മുകളിലെത്തുന്നത് വരെ തന്നെ സ്പ്ലിറ്റ് ബാർജിലേക്ക് സ്റ്റോൺ ഡംപ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ഈ കാണുന്ന ഈ പോർഷൻ നമ്മൾ ഈ കാണുന്നത് ബ്രേക്ക് വാട്ടറിൻ്റെ മുകളിലൂടെയുള്ള 10 മീറ്റർ വീതിയുള്ള റോഡിലൂടെ കരമാർഗം എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ ബ്രേക്ക് വാട്ടറിൻ്റെ മുകളിലൂടെ ഇതുപോലെ ലോറികളിലെ ഡംപിങ് നടത്തുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിന് വേണ്ടി സ്പ്ലിറ്റ് ബാർജ് ഉപയോഗിക്കുന്നുണ്ട്, ലോറികളിലെ ഡംപ് ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ പല രീതിയിലും വളരെ ഫാസ്റ്റായിട്ട് ഡേ നൈറ്റാണ് ഈ വർക്കുകളെല്ലാം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നമുക്ക് ഈ എക്സ്കവേറ്റർ നിൽക്കുന്ന ഏകദേശം കടലിൽ നിന്ന് ഒരു 8-9 മീറ്റർ അല്ലെങ്കിൽ 10 മീറ്ററിനടുത്തെങ്കിലും ഹൈറ്റ് കാണും. കണ്ടോ, അത്രത്തോളം ഹൈറ്റ് ഉണ്ട്. പക്ഷേ ഈ ഭാഗത്തെല്ലാം
ആഴം 20-25 മീറ്ററിന് മുകളിലാണ് ആഴം. 25 മീറ്ററിന് മുകളിലുള്ള ആഴം നമ്മൾ ഈ കാണുന്ന ലോറികൾ കടന്നു പോകുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബ്രേക്ക് വാട്ടറിൻ്റെ മുകളിലേന്ന് 10 മീറ്റർ മുകളിൽ വീതിയുണ്ട്. കടലിൻ്റെ അടിയിൽ നമ്മൾ ഈ കാണുന്ന കടലിൻ്റെ അടിയിൽ 125 മീറ്ററാണ് വീതിയിലാണ് ബ്രേക്ക് വാട്ടറിൻ്റെ പണികൾ മുന്നോട്ട്. അങ്ങനെ 25 മീറ്റർ വീതിയിൽ റോക്ക് ഫില്ല് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന നാച്ചുറൽ സ്റ്റോൺ ഫില്ല് ചെയ്ത് ഏറ്റവും മുകളിലെത്തുമ്പോൾ 10 മീറ്റർ വീതിയാവും. അപ്പോൾ അത്രത്തോളം നാച്ചുറൽ സ്റ്റോൺ, എത്രത്തോളം ലക്ഷക്കണക്കിന് നാച്ചുറൽ സ്റ്റോണാണ് ഇനി വേണ്ടി വരിക, ഇനി കഴിഞ്ഞതും. അതുകൊണ്ടാണ് ലോക അത്ഭുതങ്ങളൊന്നായി മാറും നമ്മുടെ ഈ ബ്രേക്ക് വാട്ടർ എന്ന് എടുത്തു പറയാൻ കാരണം അതുതന്നെയാണ്. ഇപ്പോൾ നമ്മൾ ധാരാളം നാച്ചുറൽ സ്റ്റോണുമായിട്ട് ഒന്നിനു പുറകെ ഒന്നായിട്ട് ധാരാളം ലോറികൾ വെയിറ്റ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ പോർട്ടിലെ ഏറ്റവും വലിയ പ്രയാസമേറിയ വർക്കും ഏറ്റവും വലിയ വർക്കും എന്ന് എടുത്തു പറയേണ്ട വർക്ക് ബ്രേക്ക് വാട്ടറിൻ്റെ വർക്ക് തന്നെയാണ്. ഇത് ആഴവും കാരണം ധാരാളം നാച്ചുറൽ സ്റ്റോൺ വേണ്ടി വരും. അതുകൊണ്ടാണ് അങ്ങനെ എടുത്തു പറയേണ്ട കാരണം. ഇപ്പോൾ അതിനുവേണ്ടി എന്നാൽ നമ്മൾ ഫസ്റ്റ് ഫേസിൻ്റെ വർക്കുകൾ വളരെ അനായാസം നമുക്ക് പൂർത്തിയാക്കാനായി സാധിച്ചു. ഏകദേശം 50-55-60 ലക്ഷം TUV നാച്ചുറൽ സ്റ്റോൺ വേണ്ടി വരും. ഇനിയും നമ്മൾ വേണ്ടി വന്നിരുന്നു. ഇനിയും നമുക്ക് 50 ലക്ഷം ടൺ TUVക്ക് മുകളിൽ ഇനിയും വേണ്ടി വരും എന്നുള്ള കാര്യം സംശയമില്ല. ധാരാളം നാച്ചുറൽ സ്റ്റോൺ നമ്മളെ ആഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിന് നാച്ചുറൽ സ്റ്റോൺ നമ്മുടെ പോർട്ടിലേക്ക് ഒഴുകി വരുന്നുണ്ട്. കല്ലിനൊന്നും ഒരു ക്ഷാമവും, നാച്ചുറൽ സ്റ്റോണൊന്നും ഒരു ക്ഷാമവും ഇല്ല. നമ്മൾ ഡംപിങ് യാർഡിൽ ലക്ഷക്കണക്കിന് നാച്ചുറൽ സ്റ്റോൺ ഇപ്പോൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വർക്കുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകുന്നു. അത് മാത്രമല്ല ഒരു ഹെവി എക്സ്കവേറ്റർ നമുക്ക് ഇവിടെ കാണാനായി സാധിക്കും. എനിക്ക് തോന്നുന്നു അത് ബങ്കറിൽ നടക്കുന്നുണ്ട്. കാരണം ഫ്യൂവൽ ഫില്ല് ചെയ്യുന്ന കാരണം ഇതിന് എത്രത്തോളം ഫ്യൂവൽ വേണ്ടി മൈലേജൊന്നും നമുക്കറിയില്ല. എന്നാലും ധാരാളം ഫ്യൂവൽ വേണ്ടി വരും. ഫ്യൂവലിൻ്റെ ടാങ്കിൽ തന്നെയാണ് ഫ്യൂവൽ ഫില്ല് ചെയ്തുകൊണ്ട് ഇത് ഹെവി ഈ വർക്കിന് വേണ്ടിയാണ് ഇതുപോലുള്ള ഹെവി എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കുന്നത്. ആ ഒരു ഹെവി വർക്ക് തന്നെയാണ് നമ്മളുള്ളത്. അതിനുള്ള ബങ്കറിങ് നടക്കുന്നുണ്ട്. ഇനി തീർച്ചയായിട്ടും നമ്മുടെ കപ്പലുകൾക്കും LPG ഉൾപ്പെടെ, അല്ലെങ്കിൽ ഈ പറയുന്ന ലിക്വിഡ് വാതകം ഉൾപ്പെടെ നമ്മൾ അവിടെ നിന്നും ബങ്കറിങ് ഉൾപ്പെടെ നടക്കും. കാരണം ഇപ്പോൾ കരയിൽ ഇപ്പോൾ ബങ്കറിങ് നടക്കുന്നുണ്ട്. നമ്മുടെ ഈ പറയുന്ന എക്സ്കവേറ്റർ ബങ്കറിങ് നടക്കുമ്പോഴാണ് ഞാൻ അങ്ങനെ ആഗ്രഹിച്ചു പോകുന്നത്. തീർച്ചയായിട്ടും ബങ്കറിങ് ഫെസിലിറ്റീസ് ഉൾപ്പെടെ നമ്മുടെ പോർട്ടിന് അനുമതി ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉടൻ തന്നെ വരും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല അടുത്ത് നമ്മൾ കാണുന്നത് വലിയൊരു ക്രെയിനാണ്. പലപ്പോഴും നമ്മൾ ഫസ്റ്റ് ഫേസിൻ്റെ ഭാഗമായിട്ട് ഈ ക്രെയിനുകൾ, ഈ പറയുന്ന പല നിറത്തിലുള്ള ക്രെയിനുകൾ കണ്ടിട്ടുണ്ട്. അതിലുള്ള റെഡ് ക്രെയിനാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ആക്രോപോഡ് ഫില്ല് ചെയ്യണം. അതായത് ഓരോ വർക്കും കംപ്ലീറ്റ് ചെയ്ത് വരുന്ന പോർഷനാണ് നമ്മൾ കാണുന്നത്. കാരണം സ്റ്റോണിട്ട് ഫില്ല് ചെയ്ത് വരുന്നതോടൊപ്പം തന്നെ ആക്രോപോഡ് ഒരു സൈഡ് ഫില്ല് ചെയ്തിരുന്നു. ഓരോ പോർഷനും കംപ്ലീറ്റ് ചെയ്ത് പോകുന്നതാണ്, നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്ത് പോകുന്നതാണ് നമുക്കിതിൽ നിന്ന് കണ്ട് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഹെവി സ്റ്റോണും ആക്രോപോഡും ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ക്രെയിൻ ഉപയോഗിക്കും. ചിലപ്പോൾ ഹെവി സ്റ്റോൺ ആയിരിക്കും സൈഡിൽ ഫില്ല് ചെയ്തത്. കാരണം ആക്രോപോഡ് ഫില്ല് ചെയ്യേണ്ട വന്നിട്ടില്ല. ആക്രോപോഡ് ഇനി അവസാനഘട്ട വർക്കിനാണ് ആക്രോപോഡ് ഫില്ല് ചെയ്യുന്നത്. ഹെവി സ്റ്റോൺ ഫില്ല് ചെയ്തിരിക്കും. അത് മാത്രമല്ല ആക്രോപോഡുമായിട്ട് ലോറിയും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ലോറി നിൽക്കുന്ന ഇതുവരെയാണ് നമ്മൾ ഈ പറയുന്ന ഫസ്റ്റ് ഫേസിൽ 2960 മീറ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടുള്ള പോർഷനാണ് ഇപ്പോൾ സെക്കൻഡ് ഫേസിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ രണ്ടാം ഘട്ട വർക്കിൻ്റെ ഭാഗമായിട്ട് സൂം ഔട്ട് ചെയ്യാം. രണ്ടാം ഘട്ട വർക്കിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും സാറ്റലൈറ്റ് വ്യൂ നമുക്ക് എത്ര മീറ്ററാണ് നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകൾ വളരെ കുറച്ച് മാസങ്ങൾ കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് അറിയാനായി സാധിക്കും. ഇപ്പോൾ നമ്മളെ ക്ലേ നിൽക്കുന്ന സ്ഥലം മുതൽ ഈ പറയുന്ന ഡംപിങ് വരെ നടക്കുന്ന അത്രയും എൻഡ് പോർഷനാണ് നമ്മൾ വളരെ കുറച്ച് മാസങ്ങൾ കംപ്ലീറ്റ് ചെയ്ത്. അതാണൊന്ന് സൂം ഔട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് മനസ്സിലാവാൻ സാധിക്കും. ഇനി എന്നാലും മനസ്സിലാവില്ല, നമ്മൾ മെഷർമെൻറ്റ് എടുത്താൽ മാത്രമേ എത്ര മീറ്റർ ആയിട്ടുണ്ട് എന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാനായി സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മളൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ ഈ പറയുന്ന 10 മീറ്റർ വീതിയുള്ള റോഡെന്ന് ഞാൻ പറഞ്ഞ കോൺക്രീറ്റ് ചെയ്ത പോർഷൻ, അതായത് ഇത് 2800 മീറ്ററിലാണ് കോൺക്രീറ്റ് വന്നിട്ടുള്ളത്. ടോട്ടൽ ഫസ്റ്റ് ഫേസിൽ കഴിഞ്ഞിട്ടുള്ളത് 2960 മീറ്ററാണ്. ഇതുപോലെ തന്നെയായിരിക്കും ഇനി അടുത്ത് രണ്ടാം ഘട്ട വർക്കുകൾ കംപ്ലീറ്റ് ആകുമ്പോൾ 1040 മീറ്റർ കൂടി കംപ്ലീറ്റ് ചെയ്ത് 4000 മീറ്റർ ബ്രേക്ക് വാട്ടർ ആകുമ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഈ കോൺക്രീറ്റ് പോർഷൻ ഇട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഈ കോൺക്രീറ്റ് പോർഷൻ നടക്കുന്ന സമയത്തെല്ലാം, അല്ലെങ്കിൽ സ്ലാബുകൾ ഫില്ല് ചെയ്യുന്ന സമയത്തെല്ലാം നമ്മൾ വീഡിയോ ലൈവായിട്ട് തന്നെ നമ്മുടെ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ ഉള്ളിൽ പോയി തന്നെ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ പ്രീവിയസ് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ തീർച്ചയായിട്ടും മനസ്സിലാവും. നമ്മൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ടാണ് പലപ്പോഴായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ പോർട്ടിലെ ഏറ്റവും വലിയ വർക്കായ ബെർത്ത്, ബ്രേക്ക് വാട്ടർ, യാർഡ് സെക്ഷൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും സാറ്റലൈറ്റ് വ്യൂ എന്നുള്ള മെഷർമെൻറ്റ് ഉടൻ തന്നെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിരിക്കും. ആ സമയത്താണ് നമുക്ക് എത്രത്തോളം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് അറിയാനുള്ളൂ. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് നമ്മുടെ പോർട്ടിലെ ഏറ്റവും വലിയ വർക്കായ നമ്മളെ കാണുന്ന ബെർത്ത്, ബ്രേക്ക് വാട്ടർ, യാർഡ് സെക്ഷൻ എന്ന് പറയും. തീർച്ചയായിട്ടും ഉടൻ തന്നെ സാറ്റലൈറ്റ് വ്യൂ ആയ സെൻട്രൽ ഹബിൽ നിന്നുള്ള മെഷർമെൻറ്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.
ചെയ്യുക.